ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളായി തീരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വിശുദ്ധ ആരാധനയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഒരു മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് സഭയായിട്ട് നാം കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിങ്കൽ ഈ നവമാധ്യമത്തിലൂടെ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കുന്ന ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിലും അവിടുത്തെ ആത്മാവിൻ്റെ കോട്ടയ്ക്കുള്ളിലും കർത്താവ് അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യത്തിനായിട്ടും എല്ലാ പദവികൾക്കായി സ്തുതിക്കുന്നു. ആരാധനയുടെ നീളം തിരുസാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും എടുക്കണം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 35-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 35-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്വപിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവീക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആയതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്യാം. കഴിഞ്ഞൊരാഴ്ച കാലം നമ്മുടെ ജീവിതയാത്രകളിൽ വന്നു പോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഏറ്റുപറയാം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വിചാരങ്ങളിൽ, നമ്മുടെ നിരൂപണങ്ങളിലൊക്കെയും ദൈവത്തിന് അനുഷ്ഠിതമായിരിക്കുന്നത് നാം ഓരോരുത്തരും ചെയ്തിരിക്കും. നമ്മുടെ ഭാവം എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്നല്ലേ ചെയ്തിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവിൻ്റെ അനുമസന്നിധിയിലാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന,
നമ്മെ ഉള്ളതുപോലെ കാണുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും ബലഹീനതകളെയും ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാം. നാലാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരായി തീരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റനിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുമ്പാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാമോദനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന സൃഷ്ടിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ, കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദൈവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ ദോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ശ്രമിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് ശ്രമിക്കാം. Today's first lesson is taken from 2 Kings chapter 4 verses from 27 to 37. 2 Kings chapter 4 verses from 27 to 37. But when she came to Elisha, she bowed down before him and took hold of his feet. Gehazi was about to push her away, but Elisha said, "Leave her alone. Can't you see she is deeply distressed? And the Lord had not told me a thing about it." The woman said to him, "Sir, did I ask you for a son? Didn't I tell you not to raise my hopes?" Elisha turned to Gehazi and said, "Hurry, take my stick and go. Don't stop to greet anyone you meet, and if anyone greets you, don't take time to answer. Go straight to the house and hold my stick over the boy." The woman said to Elisha, "I swear by my loyalty to the living Lord and to you that I will not leave you." So the two of them started back together. Gehazi went on ahead and held Elisha's stick over the child, but there was no sound or any sign of life. So he went back to meet Elisha and said, "The boy didn't wake up." When Elisha arrived, he went alone into the room and saw the boy lying dead on the bed. He closed the door and prayed to the Lord. Then he lay down on the boy, placing his mouth, eyes and hands on the boy's mouth, eyes and hands. As he lay stretched out over the boy's body started to get warm. Elisha got up, walked about the room, and then went back and again stretched himself over the boy.
The boy sneezed 7 times and then opened his eyes. Elisha called Gehazi and told him to call the boy's mother. When she came in, he said to her, "Here's my son." She fell at Elisha's feet with her face touching the ground. Then she took her son and left. Here ends the first lesson. തൊണ്ണൂറാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തടിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദയമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ, ആദ്യങ്ങളിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. Taken from Acts 26 verse 12 to 23. Acts 26 verse 12 to 23. On one of these journeys I was going to Damascus with the authority and commission of the chief priests. About noon, King Agrippa, as I was on the road, I saw a light from heaven, brighter than the sun, blazing around me and my companions. We all fell to the ground, and I heard a voice saying to me in Aramaic, "Saul, Saul, why do you persecute me?" Then I asked, "Who are you, Lord?" "I am Jesus, whom you are persecuting," the Lord replied. "Now get up and stand on your feet. I have appeared to you, to appoint you as a servant and as a witness of what you have seen and will see of me. I will rescue you from your own people and from the Gentiles. I am sending you to them to open their eyes and turn them from darkness to light and from power of Satan to God, so that they may receive forgiveness of sins and a place among them for those who are sanctified by faith in me." So then, King Agrippa, I was not disobedient from the vision from heaven. First to those in Damascus, then to those in Jerusalem, and all in Judea and to the Gentiles. I preached that they should repent and turn to God and demonstrate their repentance and turn by their deeds. This is when some Jews seized me and the temple courts and tried to kill me. But God helped me to testify to this very day, so that I stand here and testify to small and great alike. I am saying nothing beyond what the prophets and Moses said would happen, that the Messiah would suffer and, as the first to rise from the dead, would bring the message of light to his own people and to the Gentiles. Here ends the second reading. ഈ വിശുദ്ധ ആരാധനയിൽ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേൾക്കും. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബേഥാനിയ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു.
മാർത്തയെയും മറിയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവവചന കേൾവിക്ക് നമ്മെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 205 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 205 കീർത്തനം നമുക്ക് ചേർന്ന് പാടി ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹമേറെ വിശുദ്ധ ദിവസത്തിൻ്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ ജീവനും ചൈതന്യമുള്ള അങ്ങയുടെ മാറ്റമില്ലാത്ത ചൈതന്യമുള്ള അവിടുത്തെ വചനത്തിന് കീഴിലായിരിക്കട്ടെ കർത്താവേ. വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ വചനത്തെ വിവേചിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപ അവിടുന്ന് ബലഹീനനാവുന്ന അടിയൻ്റെ നാവുകൾക്ക് നൽകണം. കേൾക്കുന്ന വചനം അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിന് അനുഗ്രഹപൂർവ്വമായി തീരുവാൻ, ജീവിതത്തിന് പ്രത്യാശയും പുതിയ ഉണർവ് നൽകുന്നതായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ദൈവാത്മാനെ ബലപ്പെടുത്തണം. സകല മാനോ മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഈ നവമാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യും. വളരെ സംഭവബഹുലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രോഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന, ഭാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്ര മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ വണ്ണം COVID-19 എന്ന് പറയുന്ന വലിയ മഹാമാരി അതിതീവ്രമായിട്ട് ലോകമെമ്പാടും ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം എന്നോടും നിങ്ങളോടും കാണിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് കോടാനുകോടി സ്തുതിയും സ്തോത്രം അർപ്പിക്കാം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്ന ചിന്താവിഷയം ഉയർപ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നതാണ്. ഉയർപ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നതാണ് ഇന്ന് ദക്ഷിണേന്ത്യ സഭ ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെയും ചെയ്യുന്നത്. മരണത്തെ അതിജീവിച്ച് ശരീരം ജീവൻ പ്രാപിക്കുന്ന പ്രക്രിയയെ പുനരുദ്ധാനമെന്ന് അർത്ഥമാക്കുന്നു. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നും തിരികെ ജീവനിലേക്ക് പ്രവേശിച്ചതിനെയും അന്ത്യ ന്യായവിധിക്ക് മുമ്പ് സകല സൃഷ്ടിയെയും മൃതാവസ്ഥയിൽ നിന്നും ഉണർവ് ജീവൻ പ്രാപിക്കുമെന്ന വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതിനും പുനരുദ്ധാനം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യത്വം നശിപ്പിക്കുന്ന ലോക വ്യവസ്ഥയുടെ സ്ഥാനത്ത് മനുഷ്യത്വം ആദരിക്കുന്ന ഒരു നവയുഗം പിറക്കുമെന്നുള്ള പ്രത്യാശ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ലോകത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഈ പ്രത്യാശയുടെ സന്ദേശം ലോകജനതയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ള വലിയ ദൗത്യം ശിഷ്യഗണത്തിന് ഉയർത്തെഴുന്നേറ്റ യേശു നൽകി. ഈ ഒരു പ്രത്യാശയാണ് ഉയർപ്പിലൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസ രൂപീകരണത്തിലേക്ക് എന്നെ നിങ്ങളെയൊക്കെയും നയിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം അത് മരണത്തെ ജയിച്ച യേശുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണ്. അതാണ് ഉയർപ്പിലൂടെ എനിക്ക് നിങ്ങൾക്കും ലഭ്യമായി തീരുന്ന ഏറ്റവും വലിയ നവ്യ അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ 28-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയർപ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി എളിയ 2 ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഉയർപ്പിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം. ഉയർപ്പിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉദയം ചെയ്ത് അതിൻ്റെ ഔന്നത്യത്തിൽ കലാശിക്കുന്നതല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പ്രത്യുത ഏതെങ്കിലും ഒരു പ്രത്യേക നിമിത്തം സമാരംഭിക്കുന്നതും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നതുമായിരിക്കുന്ന അനുഭവമാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പറയുന്നൊരു വാക്യമുണ്ട് എബ്രായർക്ക് ലേഖനത്തിൽ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അടുക്കും തോറും അറിയുകയും അറിയും തോറും സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും
അതിഗൗരവമായിരിക്കുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് നയിക്കുന്നതുമാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ നാം ആഴത്തിൽ അറിയുമ്പോഴാണ് ക്രിസ്തുവിനുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ തോത് അത് ആഴങ്ങളിലേക്ക് ഇറങ്ങി വേരൂന്നി വളരുന്നതായിട്ട് തീരുന്നത്. നാം വിശ്വസിച്ച് ദൈവത്തിന്റെ മഹത്വം ദർശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷ വേദഭാഗത്ത് ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് യേശു വന്നപ്പോൾ ഇവിടെ മാർത്ത പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന മാർത്തയുടെ വാക്കുകൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയാണ് യഥാർത്ഥമായിട്ട് വെളിവാക്കി തീർക്കുന്നത്. അവിടെ തന്നിൽ വിശ്വസിക്കുന്നവരെ അറിയുന്ന കർത്താവിനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന്. ഇവിടെ മരിച്ച തങ്ങളുടെ സഹോദരനായിരിക്കുന്ന ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് യേശുവിനാകുമെന്ന വിശ്വാസത്തിന്റെ വെളിപ്പെടൽ യേശുവിനെ മാർത്ത എത്രത്തോളം മനസ്സിലാക്കി ഗ്രഹിക്കുന്നു എന്ന് ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് നമ്മളെ. അതുകൊണ്ട് ഉയർപ്പിക്കുന്ന യേശുവിനുള്ള വിശ്വാസം അത് 2 മേഖലകളിലെ മഹത്വത്തിന് കാരണമായി തീരുന്നുണ്ട്. ഒന്ന്, ദൈവപുത്രൻ മഹത്വപ്പെടുകയാണ്. 2, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ചില അസാധ്യമെന്ന് മനസ്സു പറഞ്ഞ് ഉറപ്പിച്ച അവസ്ഥയിൽ നിന്നുള്ള വിമോചനത്തിന് ഉയർപ്പ് എന്നല്ലാതെ മറ്റൊന്ന് പറയാനാകുകയില്ല. പരാജിതമായിരിക്കുന്ന മനോഭാവത്തിൽ നിന്നും ജേതാവിന്റെ മനോഭാവത്തിലേക്കുള്ള യാത്ര അത് മറ്റൊരു ഉയർപ്പ് കൂടിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടാകേണ്ടതായിട്ടുമുണ്ട്. ഇവിടെ ഇതാണ് മാർത്തയുടെ വിശ്വാസ ജീവിതത്തെ കാണുകയാണ്. തങ്ങളുടെ സഹോദരൻ മരിച്ചു. 4 നാളുകൾക്ക് ശേഷം യേശു വരുമ്പോൾ മാർത്ത യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറയുന്ന മാർത്തയുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളെ നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാർത്ത വിശ്വസിക്കുന്നു യേശുവിന് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്നുള്ള മാർത്തയുടെ വലിയ വിശ്വാസം ഞാനും നിങ്ങളും ഇവിടെ ദർശിക്കുകയാണ്. അതാണ് ഉയർപ്പിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തുവിലുള്ള എന്ന വിശ്വാസം അത് ആയുധമാക്കി ജീവിതത്തിൽ മുന്നേറുമ്പോൾ നാം ഒരിക്കലും തകർന്നു പോകുകയില്ല. തളർന്നു പോകുവാനായിട്ട് വലിയവനായിരിക്കുന്ന ദൈവം എന്നെ നിങ്ങളെയും സമ്മതിക്കുകയില്ല എന്നത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ ഭാരങ്ങളുണ്ടാകുമ്പോൾ, നൊമ്പരങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരൊക്കെ നമ്മെ തള്ളിക്കളയുമ്പോഴുമൊക്കെയും ഉയർപ്പിക്കുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുമായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാ മാർത്ത തന്റെ വിശ്വാസ ജീവിതത്തെ വെളിപ്പെടുത്തിയത് അപ്രകാരമാണ്. തങ്ങളുടെ സഹോദരൻ മരിച്ചുവെങ്കിലും കർത്താവ് വന്നപ്പോൾ കർത്താവിന് തങ്ങളുടെ സഹോദരനെ ഉയർത്തുവാനായിട്ട് കഴിയുമെന്നുള്ള വലിയ പ്രത്യാശയുടെ വിശ്വാസ ജീവിതം നയിച്ച
ഒരു സഹോദരിയായ മാർത്തയെ നാം ഇവിടെ ദർശിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ, എൻ്റെ നിങ്ങളുടെയൊക്കെയും യാത്രയിൽ പ്രത്യാശയോടുകൂടിയുള്ള വിശ്വാസത്തിൻ്റെ ജീവിതയാത്ര നയിപ്പാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും, ഏത് നൊമ്പരങ്ങളുടെ മധ്യത്തിലും, ഏത് നെടുവീർപ്പുകളുടെ മധ്യത്തിലും എന്നെ നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ, ആ പ്രത്യാശയോടുകൂടെ എനിക്ക് നിങ്ങൾക്കും ജീവിപ്പാനായിട്ട് സാധിക്കണം. 2, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു നിത്യ ജീവനിലേക്ക് നയിക്കുന്നു എന്നതാണ്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു നിത്യജീവനിലേക്ക് നയിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന പ്രത്യാശയാണ് നിത്യ ജീവൻ എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന സ്വഭാവ രൂപാന്തരം എന്ന പുനരുദ്ധാനത്തിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം എന്ന് പറയുന്നത്. അവിടെ 25-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നത്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നത്. ക്രിസ്തുവിൻ്റെ വാത്സല്യം, ആ ഭാഗ്യം സൃഷ്ടിച്ച കുടുംബമാണ് ലാസറിന്റെ കുടുംബം എന്ന് പറയുന്നത്. ഇവിടെ മാർത്തയും മറിയയും എന്ന് പറയുന്ന സഹോദരിമാർക്ക് സ്വന്തമെന്ന് പറയുവാൻ കഴിയുന്ന തങ്ങളുടെ സഹോദരൻ ഇവിടെ ഇതാ മരിച്ചു. ഇനി അവർക്ക് ആശ്രയിക്കുവാനായിട്ടുള്ള ആശ്രയം എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ്. മരണവീട്ടിലേക്കുള്ള യേശുവിൻ്റെ യാത്രയിൽ ആദ്യം യേശുവിനെ എതിരേറ്റത് മാർത്തയാണ്. ലാസറിന്റെ മരണം അത് മാർത്ത, മറിയ എന്ന സഹോദരിമാരിലെ വിശ്വാസത്തെ അപൂർണമായിട്ട് മന്ദീഭവിച്ചിട്ടുണ്ട്. മരണത്തിൻ്റെ മുൻപിൽ അവരുടെ നിസ്സഹായതയും അവരുടെ വേദനയും അവരുടെ ജീവിതത്തിൻ്റെ അരിക്ഷിതാവസ്ഥയും സഹോദരനോടുള്ള സ്നേഹവുമൊക്കെയും അവരുടെ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കഠിന വേദനയിലും ഒറ്റപ്പെടലിലുമായ തങ്ങളെ താങ്ങേണ്ടുന്നവനായിരിക്കുന്ന യേശുവിൻ്റെ വളരെ താമസിച്ചുള്ള വരവ്, വേർപാടിൻ്റെ സങ്കടം, ഇങ്ങനെ ധാരാളം പരിഭവങ്ങൾക്കിടയിലാണ് മാർത്ത മറിയയും ജീവിക്കുന്നത്. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെടാതെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയത എന്ന് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. പരിഭവക്കാരുടെ പരിഭവങ്ങൾ അറിയുവാനായിട്ട്, മാർത്തയെയും മറിയയെയും കേൾക്കുവാനായിട്ട്, അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ ആഴങ്ങളിൽ അറിയുന്ന യേശു അവരെ പൂർണ്ണമായിട്ട് അവിടെ മനസ്സിലാക്കുകയാണ്. വേർപാടെന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ്. ഉറ്റവരുടെ വേർപാട് ജീവിതത്തിൽ ശൂന്യതകളുണ്ടാക്കാം, അനാഥത്വ ബോധ്യമുണ്ടാക്കാം, അടങ്ങാത്ത ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം, നിരാശകളൊക്കെയും സൃഷ്ടിക്കുന്നു. തങ്ങളുടെ സഹോദരന്റെ മരണം ഈ സഹോദരിമാരിലും ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെയും സൃഷ്ടിക്കുന്നതിന് കാരണമായി തീർന്നു. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ
മരിച്ചാലും ജീവിക്കുമെന്ന് പറയുന്നത്. ഈ വാക്യം വിശ്വാസം രൂപപ്പെടുത്തുന്ന പുതിയ വ്യവസ്ഥതയുടെ ഒരു ആത്മീയ തലത്തിലേക്കാണ് എന്നെ നിങ്ങളെയുമൊക്കെ നയിക്കുന്നത്. വേർപാടിന്റെ കഠിന വേദനയിൽ യേശുവിൻ്റെ സാമീപ്യം എന്ന് പറയുന്നത് ഈ ഇരു സഹോദരിമാർക്കും ആശ്വാസം മാത്രമല്ല സൃഷ്ടിച്ചത്, യേശുവിൽ അവർ അവരുടെ അഭയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് പുനരുത്ഥാനം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എന്നെ നിങ്ങളെ നയിക്കുന്നു എന്നതിനുള്ള ഏറ്റവും കാതലായിരിക്കുന്ന ഘടകം. ഇവിടെ തങ്ങളുടെ സ്വന്തം സഹോദരനെ ഒരു പുനർജീവിപ്പിച്ച് ഇരു സഹോദരിമാർക്കും വിശ്വാസപരമായിരിക്കുന്ന ഒരു പുനരുദ്ധാനം കൂടി ആയി തീരുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് മരണത്തിൻ്റെ ശക്തിയുടെ മേൽ തനിക്ക് അധികാരമുണ്ട് എന്ന് ഈ സഹോദരിമാർക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. അതുകൊണ്ട് കല്ലറയിലായിരുന്നാലും പ്രാണനാഥന്റെ വിളി കേൾക്കാതിരിക്കാനായിട്ട് ലാസറിന് ആയില്ല. ഇവിടെ ഇതാ തീവ്രമായിരിക്കുന്ന നൈരാശ്യത്തിൻ്റെയും പ്രത്യാശയില്ലായ്മയുടെയും പ്രതീകമായി നിന്ന കല്ല് നീക്കുവാനായിട്ട് യേശു ആവശ്യപ്പെടുന്നു. ഇവിടെ കണ്ടുനിന്നവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ലാസർ കല്ലറയുടെ പുറത്തുനിന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് പുനരുദ്ധാനം എന്ന് പറയുന്നത് അതെന്നെ നിങ്ങളെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നയിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവുകൾ മൂലം നമ്മൾ എത്രയോ തട്ടിത്തെറിപ്പിച്ചു ധരിക്കുന്നതായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന ദാനങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ അഴുകി ദ്രവിച്ച് നാറ്റം വെറിച്ച കല്ലറയ്ക്ക് സമമായിരുന്ന ലാസറിനെ ഒരു നിത്യജീവന്റെ പുതുജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ക്രിസ്തുവിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്നെ നിങ്ങളെ ഒരു പുതിയ അനുഭവത്തിലേക്ക്, പുത്തൻ ഉണർവിലേക്ക്, പുതുജീവന്റെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ക്രിസ്തുവിന് കഴിയുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനമല്ല മരണമെന്ന് പറയുന്നത്, നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു പുത്തൻ ഒരു നിത്യജീവന്റെ അനുഭവമുണ്ട് എന്നത് മറന്നു പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ആ വലിയ നിത്യജീവന്റെ അനുഭവത്തിന് വേണ്ടി ഉയർപ്പിക്കുന്ന ക്രിസ്തുവിനുള്ള വിശ്വാസത്തോടുകൂടെ, ആഴമേറിയ പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നോക്കി ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടുകൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ യാത്ര പിന്തുടരുവാനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിൽ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പുന്തിയോസ് പിലാത്തോസിന് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലികാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവശക്തനായ ദൈവമേ, യേശുക്രിസ്തുവിനെ നീ ഉയർത്തുകയും സകലത്തിന്റെയും കർത്താവാക്കുകയും ചെയ്തല്ലോ. പുനരുദ്ധാനവും നിത്യജീവന്റെയും ഉറവുമായ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവനെ അനുഗമിപ്പാനും ആവശ്യമായ വിശ്വാസവും ധീരതയും ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിന്റെ ജീവിതത്തെയും രക്ഷണ പ്രവൃത്തികളെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സാക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ വിശ്വാസവും അവിശ്വസതയും വെടിയുന്നതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവ് ഐക്യമധ്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെ ശക്തിയെ ഭയപ്പെടാതിരിപ്പാനായിട്ട് ഞങ്ങളുടെ ശത്രുഗണങ്ങളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായുള്ളതിനെല്ലാം എപ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നഷ്ടപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആത്മീയ ഗാനങ്ങളിലെ 152-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആത്മീയ ഗാനങ്ങളിലെ 152-ാമത്തെ ഗാനം ചേർന്ന് പാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന.
പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് വണക്കാം. കാൽവരി ക്രൂശിലൂടെ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഒരു മാസത്തിൻ്റെ ആരംഭത്തിലേക്ക് അവിടുന്ന് വലിയവനായിരിക്കുന്ന ദൈവം ഞങ്ങളെ അവിടുന്ന് കുടുംബമായിട്ട് സഭയായിട്ട് അവിടുന്ന് ഞങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ എല്ലാ വൻകൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. രോഗങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കർത്താവേ, ഒരിക്കൽ കൂടെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അവിടെ നൽകിയ ആയുസ്സിനായിട്ടും ആരോഗ്യത്തിനായിട്ടും നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സഭയെ മുഴുവനായിട്ട് അവിടുത്തെ പൊന്നുപാദപീഠത്തെങ്കിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും കുടുംബമായിട്ട് വ്യക്തികളായിട്ട് അവിടുത്തെ തൃപാദങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ സഭയെ നടത്തുന്ന എല്ലാ നല്ല വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. അവിടുന്ന് ജയോത്സവമായിട്ട് ദിനംതോറും കർത്താവ് സഭയെ ദേശത്ത് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വെളിച്ചമുള്ളവരായി തീരുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന നല്ല ഒരു ഗോപുരമായിട്ട് കർത്താവ് സാക്ഷ്യ സമൂഹമായിട്ട് അവിടുന്ന് ഞങ്ങളെ ദേശത്ത് നിലനിർത്തിയതിനായിട്ട് നന്നോട് സ്തുതിക്കുന്ന കർത്താവേ. അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം, നന്മകളാലും കൃപകളാലും നിറയ്ക്കണം. ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായിട്ട്, യുവജന സഖ്യത്തിനായിട്ട്, സ്ത്രീജന സഖ്യത്തിനായിട്ട്, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ടും അതിലംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് തൻ്റെ മക്കളെയൊക്കെ നടത്തുന്ന നല്ല വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി കർത്താവെ തങ്ങളാലാകുവോളം പ്രയത്നിപ്പാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ട മക്കളെ അവിടെ സഹായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായിരിക്കുന്ന ക്ഷീണതകൾ അനുഭവിക്കുന്ന, അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന, ഭാരങ്ങൾ അനുഭവിക്കുന്ന, നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വാർദ്ധക്യവും നരയുമുള്ള കാലമൊക്കെ ഞാൻ നിന്നെ ചുമന്നോളാമെന്നുള്ള നല്ല വാഗ്ദത്തത്തിനായി സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിലും തളർന്നു പോകാതെ യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യത്തിൽ നിന്ന് മറവിലും അവിടുത്തെ ആത്മാവിൻ്റെ കോട്ടയ്ക്കുള്ളിലും കർത്താവ് അവിടെ ഞങ്ങളുടെ മാതാപിതാക്കളെ നിറയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ടവരെ നിറയ്ക്കണമേ, ആത്മാവിൽ ബലപ്പെടുത്തണം, ദീർഘായുസ്സനാൽ ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യഭാരങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവെ. സ്വന്തമായിട്ട് ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവെ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട് കർത്താവെ. ഉപജീവന മാർഗത്തിനായിട്ട് കാത്തു പ്രാർത്ഥിക്കുന്ന യൗവനക്കാരുണ്ട്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്ത പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവെ. കടഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ തൃപാദങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ സമർപ്പിക്കുക. സ്വർഗത്തിൻ്റെ കിളിവാളെ തുറന്ന് മതി എന്ന് പറയുന്ന സമൃദ്ധിയായിട്ട് അമർത്തി കുലുക്കി കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് നൽകി. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ജോത്സവമായിട്ട് അത്ഭുതകരമായിട്ട്
ദിനംതോറും അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് കരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന കർത്താവ്, അവിടുന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി വഴികളും വാതിലും തുറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ, കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, അനേകര് കർത്താവേ കൊറോണ വൈറസിന്റെ ആധിക്യം മൂലം കർത്താവേ ലോകത്തോട് മൺമറിഞ്ഞിരിക്കുക. കർത്താവേ, അനേകർ ആശുപത്രികളിലും ഭവനങ്ങളിലും കർത്താവേ അഭയം പ്രാപിച്ചിരിക്കുകയാണല്ലോ കർത്താവേ. അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന കരം നീട്ടി കർത്താവേ ഈ വലിയ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ വീണ്ടെടുക്കണം കർത്താവേ. ദേശത്തോട് കരുണ തോന്നണമേ. മനസ്സിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വലിയ മഹാമാരി കർത്താവേ ദേശത്ത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യപ്പെട്ട് കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദേവാലയങ്ങളിൽ കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടുന്ന വഴികളും വാതിലും സ്വർഗത്തിലെ തമ്പുരാൻ അവിടെ തുറന്നു നൽകണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദേശത്തിന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായിരിക്കുന്ന യഹോവയുടെ കരം നീട്ടണം കർത്താവേ. ആശ്വാസപ്രദന്റെ കരം നീട്ടി കർത്താവേ അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ തൊട്ട് സൗഖ്യമാക്കണം. സൂക്ഷിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കായിട്ട്, എല്ലാ നേഴ്സുമാർക്കായിട്ട്, ആരോഗ്യ സാമൂഹിക മത സന്നദ്ധ പ്രവർത്തകർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ അദൃശ്യമേറെ കരം നീട്ടണം കർത്താവേ. അവരിലൂടെയൊക്കെ ദൈവത്തിന്റെ അദൃശ്യമേറെ കരം നീട്ടി കർത്താവേ അവിടുന്ന് ഇടയാൽ പ്രാർത്ഥിക്കുന്നു. ദേശം പൂർണ്ണമായിരിക്കുന്ന ആശ്വാസവും വിടുതലും പ്രാപിച്ച് കർത്താവേ പൂർണ്ണതയിലേക്ക് മടങ്ങി വരുവാൻ അനേകായിരങ്ങൾ ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവെന്ന് തിരിച്ചറിയുവാന്നൊക്കെ വേണം ഈ നാടുകളിൽ ഇടയാൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടെ റോഷിന്റെ മറവിലോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും കർത്താവ് അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും നിറച്ച് വഴി നടത്താൻ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ മഹാമാരി കർത്താവേ ഞങ്ങളെ ആരെയും പിടിവിടുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ സമ്മതിക്കരുത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദൂതന്മാരുടെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ അവിടുന്ന് മുദ്രയിട്ട് അവിടുന്ന് കാവച്ച് പ്രാർത്ഥിക്കുന്നു. കെരൂബുകളും സറാഫുകളും ഓരോ വാളുമായിട്ട് അവിടുത്തെ ദാസർ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും കോട്ടയായിട്ട് തീരണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയ വിടുതലിന്റെ കോട്ട ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ തമ്പുരാൻ അവിടെ തീർക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന കൃപയിൽ അവിടുന്ന് എല്ലാവരും അവിടുന്ന് പൊതിയണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ വാക്സിന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കായി സ്തുതിക്കുന്ന കർത്താവേ. ആ വാക്സിനൊക്കെയും ഫലപ്രദമായി തീരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ അധിവസിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മഹാടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മഹാടവയിലെ അച്ഛന്മാർക്കായിട്ട്, ഉപദേശിമാർക്കായിട്ട്, മിഷണറിമാർക്കായി, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശ്രമജീവിതത്തിലേക്ക് കടന്നു പോകുന്ന അച്ഛന്മാർക്കായി, ഉപദേശിമാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ കഴിഞ്ഞാളുകളെ മഹാടവയ്ക്ക് ലഭിച്ച എല്ലാ ശുശ്രൂഷകൾക്കായി സ്തുതിക്കുന്നു. സ്വർഗം അവനെ വാഴ്ത്തി അനുഗ്രഹിക്കണം. അവിടെ ശ്രമകാലഘട്ടം കർത്താവേ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ തക്കവണ്ണം അവിടെ നിടയാ പ്രാർത്ഥിക്കുന്നു. മഹാടവയ്ക്ക് നൽകുന്ന അഭിമന്യ തിരുമേനിക്കായിട്ടും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവയെ നയിപ്പാൻ തക്കവണ്ണം അവിടുത്തെ അപേക്ഷത്തിനെ കുടുംബമായിട്ടൊന്ന് ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ അവിടുന്ന് പൊതിയണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായിട്ട്, രാഷ്ട്രത്തിനായിട്ട്, സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനവധമായിരിക്കുന്ന പ്രതിസന്ധികളുടെയും നൊമ്പരങ്ങളും കടന്നു പോകുമ്പോൾ അദർശ്യമേറിയ ദൈവത്തിന്റെ തിരുസാന്നിധ്യം നിരന്തരം അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇവിടെ സഹായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും മുടക്കം വരുത്താതെ അവിടെ ഞങ്ങളെ ജയോത്സവമായിട്ട് ദിനം തോറും അവിടുത്തെ റോഷിന്റെ മറവിലോട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നന്മകളാലും കൃപകളാലും പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടുന്നതിനായി സ്തുതിക്കുന്നു. പുതുവഴികളെ സ്വർഗത്തിലെ തമ്പുരാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തുതിക്കുന്നു. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ദൈവാത്മാനെ ബലപ്പെടുത്തണമേ. ദൈവശക്തി കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തിരുസാന്നിധ്യത്തിന്റെ മറവിലോട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ദൈവകൃപയെ ഞങ്ങളെ പൊതിയണമേ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം അങ്ങെടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ ധന്യ
ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് ചെയ്ത സകല നന്മകളെ ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയെ നമുക്ക് പങ്കുകാരായി തീരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയം മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചൂടാത്ത സ്നേഹത്തിനു വേണ്ടി, കൃപാമഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളതായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ തരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു എന്ന് കണ്ടറിവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ അരുളേണമേ. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ ആശീർവാദത്തെ സ്വീകരിപ്പി. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും കൂട്ടായ്മയും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സഭയെ അറിയിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ. ഈ വിശുദ്ധാരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ദശാംശം, സ്തോത്ര വഴിപാട്, ജന്മദിന സ്തോത്ര വഴിപാടുകൾ, വിവാഹ വാർഷിക സ്തോത്ര വഴിപാടുകൾ, മറ്റ് പ്രത്യേക സ്തോത്ര വഴിപാടുകൾ എന്നിവ കഴിഞ്ഞ നാളുകളിലെ പോലെ സഭയുടെ വളർച്ചയ്ക്കായിട്ട് നമ്മുടെ ഇടവകയുടെ അക്കൗണ്ടിലേക്ക് നൽകണമേ എന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ദേവാലയത്തിൽ ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനായിട്ടുള്ള അവസരങ്ങൾ ഈ നാടുകളിൽ ലഭ്യമായി തീരുന്നതല്ല. എന്നാലും നമ്മുടെ സഭയുടെ ആവശ്യങ്ങളൊക്കെയും ഉള്ളതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംശം ദൈവസന്നിധിയിൽ വളരെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ നൽകുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ സഭയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സഭയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതിലേക്ക് നിങ്ങളുടെ ദാനങ്ങളെ അർപ്പിച്ചതിന് ശേഷം ഇടവകയുടെ ട്രഷാറെ അത് അറിയിക്കണമേ എന്നുകൂടെ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തും നമ്മുടെ ദേശത്തുമൊക്കെയും COVID-19 വ്യാപനം അതീവ തീവ്രമായിരിക്കുന്നാൽ തുടർന്നു വരുന്നുള്ള ആഴ്ചകളിലും ഓൺലൈനായിട്ടായിരിക്കും ആരാധന നടത്തപ്പെടുന്നത്. എല്ലാവരും ഈ വിശുദ്ധാരാധനകളിൽ പ്രാർത്ഥനയോടുകൂടെ ഒരുക്കത്തോടുകൂടെ പങ്കെടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്ത് കോവിഡ് വ്യാപനം അതീവമായി തീവ്രമായി കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇവരെ ശുശ്രൂഷിക്കുന്ന ആതുര ശുശ്രൂഷ മേഖലകളിൽ അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥന ഓർക്കണം. ദൈവം ദേശത്തിന് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യവും വിടുതൽ നൽകേണ്ടതിന് വേണ്ടി നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങളെയൊക്കെ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആരാധനയുടെ അവസാനമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 260 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 260 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. Good in the
കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോട് കൂടി. നമുക്ക് സമാധാനത്തോടു കൂടെ ഭവനത്തിലായിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.